നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗ്രീൻ സാറാണ്. വീഡിയോ കാണാതെ പോകരുത് പരീക്ഷയ്ക്ക് പോകുന്നതിന് കേട്ടോ. ചാപ്റ്റർ 5 to 14, 5 മുതൽ 14 ചാപ്റ്റർ നേരത്തെ വീഡിയോ കണ്ടിട്ട് പോവുക. 1 to 4. 5ാമത്തെ ചാപ്റ്റർ വർക്ക് എനർജി പവർ ആണ്. പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, സീറോ വർക്ക്. എക്സാമ്പിൾ എല്ലാം ഓർത്തിരിക്കണം. കൺസർവേറ്റീവ് ഫോഴ്സ്, നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്, എക്സാമ്പിൾ എല്ലാം ഓർത്തിരിക്കണം. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്ട്രെച്ച്ഡ് സ്പ്രിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വർക്ക് എനർജി തിയറം, പ്രോപ്പർട്ടീസ് ഓഫ് കൈനറ്റിക് എനർജി, പ്രത്യേകിച്ച് കൈനറ്റിക് എനർജി ഈക്വൽ ടു P²/2 അതുമായിട്ട് ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ. ഇലാസ്റ്റിക് കൊളീഷൻ, ഇൻഇലാസ്റ്റിക് കൊളീഷൻ. അടുത്ത 6ാമത്തെ ചാപ്റ്റർ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ ആണ്. മാസും നമ്മുടെ ഫോഴ്സിൻ്റെയൊക്കെ റൊട്ടേഷൻ മോഷനുള്ള വാക്കൊക്കെ ഓർത്തോണം. മൊമെന്റ് ഓഫ് ഇനേർഷ്യയും പിന്നെ ടോർക്കുമാണ്. ഫോഴ്സിൻ്റെ ടോർക്ക്, മാസിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ആപ്ലിക്കേഷൻസ് ആംഗുലർ മൊമെന്റം, ബാലെ ഡാൻസിൻ്റെയൊക്കെ ആംഗുലർ മൊമെന്റത്തിൻ്റെ ആപ്ലിക്കേഷൻ. ആ റിലേഷനൊക്കെ നോക്കുക. ടോർക്കും ആംഗുലർ ആക്സലേഷനും ആംഗുലർ മൊമെന്റും ഒക്കെ തമ്മിലുള്ള. പിന്നെ ലോയർ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റത്തിന്റെ പ്രൂഫ് നോക്കിക്കോളുക. 7 ഗ്രാവിറ്റേഷൻ, ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഓൾട്ടിറ്റ്യൂഡ്, ഡെപ്ത്, എസ്കേ വെലോസിറ്റി, ഓർബിറ്റൽ വെലോസിറ്റി, ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി എർത്ത്, കെപ്ലറിന്റെ ലോസ് നോക്കിക്കൊണ്ടേ പോകാവുള്ളൂ. ടൈം പീരീഡ് ഓഫ് എ സാറ്റലൈറ്റ്. ഓക്കെ. 8 ഹുക്സ് ലോ നോക്കുക. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫുകൾ നോക്കുക. യങ്സ് മോഡൽസ് നോക്കിക്കൊണ്ട് പോവുക. 9 ടെർമിനൽ വെലോസിറ്റി, കാപ്പിലാരിറ്റി, പാസ്കൽസ് ലോ, പിന്നെ ബെർണോളിസ് തിയറം, അതിൻ്റെ ആപ്ലിക്കേഷൻ, അതിൻ്റെ പ്രൂഫ്. ഇത്തരം കാര്യങ്ങൾ നിർബന്ധം. സർഫസ് ടെൻഷൻ, ഇത്തരം കാര്യങ്ങൾ നിർബന്ധമായിട്ട് നോക്കണം. അടുത്തത് ഹീറ്റും തെർമോഡൈനാമിക്സും. അതിനകത്ത് എല്ലാവരും വരുന്നത് കാർനോട്ട് സൈക്കിൾ, വർക്ക് ഡൺ ബൈ ആൻ ഐസോതെർമൽ ചേഞ്ച്, പിന്നെ റിലേഷൻ ബിറ്റ്വീൻ ആൽഫ, ബീറ്റ ആൻഡ് ഗാമ, പിന്നെ നമ്മുടെ റിലേഷൻ ബിറ്റ്വീൻ ആൽഫ, ബീറ്റ ആൻഡ് ഗാമ, പ്രഷർ എക്സെപ്റ്റഡ് ബൈ എ ഗ്യാസ്, ഹീറ്റ് ട്രാൻസ്ഫർ, കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ, പിന്നെ നമ്മുടെ സെൽഷ്യസ്, ഫാരൻഹീറ്റ്, കെൽവിൻ, ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ അതിനകത്ത് നോക്കുക. 3 ചാപ്റ്ററിൽ നിന്ന് അത്രയും. മീൻ ഫ്രീ പാത്ത്, അതിൻ്റെ ഡെറിവേഷൻ അതൊക്കെ നോക്കുക. ഫ്രീ പാത്തൊക്കെ. പിന്നെ ഓസിലേഷൻസ്, ഓസിലേഷനകത്ത് പീരിയോഡിക് മോഷൻ എന്താണ്, ഓസിലേറ്ററി മോഷൻ എന്താണ്, എക്സ്പ്രഷൻ ഫോർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ 2 എക്സാമ്പിൾസ് നോക്കിക്കൊണ്ട് പോകുന്നതിടെ സിമ്പിൾ പെൻഡലത്തിൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മുടെ പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ ലോഡഡ് സ്പ്രിംഗ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. റെസൊണൻസ് എന്തോന്ന് നോക്കിക്കൊണ്ട് പോവുക. ലാസ്റ്റ് ചാപ്റ്റർ വേവ്സ്, ഓപ്പൺ പൈപ്പ്, ക്ലോസ്ഡ് പൈപ്പ്, സ്റ്റേഷനറി വേവ്സ് ഓർ സ്റ്റാൻഡിംഗ് വേവ്സ്, ബീഡ്സ്, പ്രോഗ്രസീവ് വേവ്, പിന്നെ ലാപ്ലേസ് കറക്ഷൻ, ട്രാൻസ്വേഴ്സ് വേവ്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവും തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കൊണ്ട് പോകണം. പഠിച്ചിരിക്കണം. പബ്ലിക് എക്സാമിന് ഇത് ഒരുപാട് മാർക്ക് കിട്ടുന്നതാണ്. മോഡൽ എക്സാമിന് പ്രോബ്ലംസിൻ്റെ സെപ്പറേറ്റ് നമുക്ക് വീഡിയോ ചെയ്യാം. അന്നേരം മാക്സിമം ഷെയർ ചെയ്യുക. നെവർ എവർ ഗിവ് അപ്പ്.